സംഘികൾ രണ്ടു തരം. ആദ്യത്തെവന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ധൈര്യത്തിൽ പറയും ഞാൻ ഇവന്മാരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. കാരണം ഇവന്മാരെ പോലെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചു പോകുന്നത്. ഈ രണ്ടാമത്തെ സംഘികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്മാരെ തിരിച്ചറിയാൻ പറ്റൂല. ഉദാഹരണത്തിന് KPCC പ്രസിഡന്റ് സുധാകരൻ, ആള് മനസ്സുകൊണ്ട് സംഖ്യയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ സംഖ്യയല്ല എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കറിയോ? കേരളത്തിൽ BJP ആണെന്ന് പറഞ്ഞ അനുസരിച്ച് ഒരു പഞ്ചായത്ത് നിന്ന് പോലും ജയിച്ചു കയറാൻ പറ്റൂല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, BJPയിലോട്ട് പോയി കഴിഞ്ഞാൽ ചാണകം എന്നുള്ള ഒരു പേരും കിട്ടും. അതും ഒരു കാരണമാണ്. ഇതേ കാറ്റഗറിയിലുള്ള ഒരാളാണ് സംഘി പണിക്കർ. ശ്രീജിത്ത് പണിക്കരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് പച്ച സംഖ്യയാണ്. പക്ഷേ വാർത്താ ചാനൽസിലൊക്കെ വരുമ്പോൾ നിഷ്പക്ഷവാദി എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിക്കാറ്. ഇത് ഞാൻ ഇന്ന് തെളിയിക്കും, ഇവന് സംഖ്യയാണെന്ന് ഞാൻ ഇന്ന് തെളിയിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ പ്ലേ ചെയ്യാം. ഫസ്റ്റ് വീഡിയോ. ഞാൻ BJP ആണ് എന്ന് പറഞ്ഞു, വലിയ രീതിയിൽ പറയുന്നില്ല, കാരണം നമ്മൾ ഇത് എന്നും ചർച്ച ചെയ്യുന്നതാണ്. താങ്കൾ ഇത് തെളിയിക്കൂ. ഞാൻ തെളിയിക്കുമല്ലോ, തെളിയിക്കുമെന്ന് പറഞ്ഞു പോയില്ലേ, ഇനി തെളിയിക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. കണ്ടോ, ആള് സംഖ്യയാണ്. സംഖ്യകളാണ് നമസ്കാരം 90% പറയുന്നത്. അപ്പോൾ നമസ്കാരം പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ കാണിച്ചു തരാം. എങ്കിൽ നമ്മൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സുഗമമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന് കേരളത്തിൽ ഇനി സ്ഥാനമില്ല എന്നായി പോകും. സ്വതന്ത്രമായിട്ടുള്ള മാധ്യമത്തിന് സ്ഥാനമില്ല. ആരെക്കുറിച്ചായി പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ മാമാ ഷാജനില്ലേ, മാമാ ഷാജനിക്ക് സ്വതന്ത്രമില്ല. അപ്പോൾ മാമാ ഷാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ സംഘി. അങ്ങനെ തന്നെ വിളിക്കും ഞാൻ. കാരണം മറുനാടനെ സപ്പോർട്ട് ചെയ്ത 100% ആൾക്കാരും സംഘി കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. സത്യസന്ധമായ കാര്യങ്ങളിലുള്ള സമയത്തല്ല. ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും ശ്രീജിത്ത് പണിക്കർ സംഘിയാണോ എന്ന്. ഈ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ ആ സംശയം പൂർണ്ണമായിട്ട് തീരും. എന്തായാലും ശ്രീ ഷാജന് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി നൽകിയിരിക്കുന്ന സുപ്രീം കോടതിക്ക് വീണ്ടും അഭിവാദ്യങ്ങൾ. സുപ്രീം കോടതി അങ്ങനെ പല ആളുകൾക്കും നീതിയും ന്യായവും നടപ്പാക്കുന്നുണ്ട്. അതൊന്നും വിളിച്ചു പറയാതെ ഷാജനെ സപ്പോർട്ട് ചെയ്താൽ പോട്ടെ. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ആള് സംഘി കാറ്റഗറി പെടുത്തേണ്ട ആളാണെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് നിഷ്പക്ഷവാദി എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആള് സംഖ്യയാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ശ്രീജിത്ത് പണിക്കരുടെ കുറച്ച് കൂടുതൽ വീഡിയോസ് ഉണ്ട്, എല്ലാം കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്യാം. കഴിഞ്ഞു. കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടാകണം. ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളിൽ നിന്ന് സർക്കാരിനെ വിലക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹം ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതാണ്, മാറേണ്ടതാണ്. അല്ല, ശ്രീജിത്ത് പണിക്കരെ പോലുള്ള സംഘികൾ പറയാണ് ഇവിടെയുള്ള ഒരു 99% ആൾക്കാരും സർക്കാരിനെതിരെ തിരിയണം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ തിരിയുന്നതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ട്. ആ റീച്ച് കണ്ടിട്ട് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള സംഘികൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ പറയുന്നതൊക്കെ വെള്ളം കൂട്ടാതെ വീങ്ങുന്ന ആൾക്കാരുണ്ടാവുന്നു അല്ലേ? അതല്ല ഉദ്ദേശിച്ച് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേജിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവന്മാരുടെ പണി ചാണക തിന്നലാണ്. അല്ലാതെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ നിങ്ങൾ വരുന്നതൊന്നും വിശ്വസിക്കൂല. അത് വിശ്വസിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ ചാണക കാറ്റഗറി പെടുത്തണം. നിങ്ങളെ ആ കാറ്റഗറി പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സംഖ്യയല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ സംഖ്യയാണ്. BJPയുടെ പ്രതിനിധിയായ ശ്രീജിത്ത് പണിക്കരോട് ചോദിച്ചു. ശ്രീജിത്ത് പണിക്കർ സത്യത്തിൽ BJPക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീജിത്ത് പണിക്കർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് BJPക്കേ ചെയ്യൂ. പക്ഷേ പുറത്ത് പോകുമ്പോൾ BJPക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ, അതില്ലാതായി പോകും. പോരേറ്റ് പുതിയ പേരും കിട്ടും, ചാണകമെന്ന്. അവരൊറ്റ കാരണം പേടിച്ചിട്ടാണ് സംഭവം ഞാൻ സംഖ്യയല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. റിയാസ്ക അങ്ങനെ പറഞ്ഞു കൊടുക്കുക. റിയാസ്ക, മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ചയാളാണ് ശ്രീ റിയാസ്. മറ്റുള്ള ആളുകളെ പുച്ഛിച്ചാലും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. റിയാസ്ക്ക് എങ്ങനത്തെ കാറ്റഗറി പെട്ട ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ മോഹൻലാലിന്റെ പുറം ഫോട്ടോ എടുത്തിട്ട് 2 മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട ആളാണ് നിങ്ങൾ. എനിക്കത് കണ്ടപ്പോൾ മോഹൻലാൽ രാവിലെ ഉണ്ടാക്കുന്ന ഒരു രൂപയില്ലേ, അതായത് ബാത്റൂമിൽ ഉണ്ടാക്കുന്ന രൂപം, അതേപോലെയാണ് എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയത്. എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ. ആദ്യം വിദ്വാൻ, അത് പരിഹാസ രൂപേണയാണ് പറയുന്നത്. വിദ്വാൻ, ഈ വിദ്വാൻ എന്ന് വെച്ചാൽ പരിഹസിക്കേണ്ട വാക്കാണോ? വിദ്വാൻ എന്ന് വിളിച്ചാൽ പരിഹാസമാകോ? എനിക്കറിയില്ല. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കാം. രണ്ടാമത് അയാളോട് പോയി അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ എന്ന് പറഞ്ഞു. അയാളെന്ന് വിളിച്ചാൽ ഒരിക്കലും തെറ്റല്ല. കാരണം അയാൾ നിന്നെ എന്ന് പറഞ്ഞിട്ടില്ല. നീ തിന്നുന്നത് ചാണകമാണ്, കുടിക്കുന്നത് മൂത്രമാണ് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. റിയാസ്ക പറഞ്ഞത് തിന്ന അയാളെന്നല്ല പറഞ്ഞത്. അയാൾ എന്ന് പറഞ്ഞത് ഒരു തെറ്റുമില്ല കേട്ടോ. മൂന്നാമത് ഞാൻ BJPക്കാരനാണ് എന്ന് ആരോപിച്ചു. ആരോപിച്ചതല്ല, അതാണ് സത്യം. ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ സംഘി സത്യത്തിൽ BJPക്കാരനാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കുക ശ്രീജിത്ത് പണിക്കരെ സംഘി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി. എന്താ ഡയലോഗ് അടിച്ച് കത്തി കയറാണല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ സംഘികൾക്ക് രോമാഞ്ചം ഉണ്ടാവുന്നുണ്ടാവും. കാരണം അവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ സംഘി പണിക്കർ സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ബാക്കിയാക്കട്ടെ. പക്ഷേ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി. എന്ത് ചെയ്യും? സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും, അടുക്കി പിടിക്കുകയേ ഉള്ളൂ, നിവൃത്തിയില്ല. അപ്പോൾ പിന്നീട് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അടയാം, അത്രമാത്രം. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അല്ല, എന്തിനോ വേണ്ടി തിളക്കുന്ന പയങ്കഞ്ഞി, അതായത് ആർക്കും വേണ്ടാതെ തിളക്കുന്ന പയങ്കഞ്ഞില്ലേ? അങ്ങനെയാണ് എനിക്ക് ശ്രീജിത്ത് പണിക്കരെ കാണുമ്പോൾ തോന്നുന്നത്. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം
കേരളത്തിൽ SDPIയും CPMും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും ഒന്ന് പറയും. സംഘികളുടെ തെറ്റിദ്ധാരണയാണിത്. SDPIയും CPMും ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടിയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയാലോ, SDPI എന്ന് പറയുന്ന പാർട്ടി അത് വേറെ പാർട്ടി, അതായത് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് CPMമാർ. അപ്പോൾ ഇതേപോലെയാണ് കുറെ മണ്ടൻ സംഖ്യമാർ, അങ്ങനെ തന്നെ പറയണം. ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള കുറെ മണ്ടൻ സംഖ്യമാർ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് സത്യത്തിൽ മണ്ടത്തരമായതിനെ കൊണ്ടാണ്, നിങ്ങളുടെ തലച്ചോറില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്. അപ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടെ മനസ്സിലാവില്ലേ ശ്രീജിത്ത് പണിക്കർക്കൊക്കെ എത്ര ബുദ്ധിശൂന്യത ഉണ്ടെന്ന്. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ല. അതേ രീതിയിൽ തിരിച്ചു പറയുന്ന ആള് സംഘിപ്പണിക്കര്. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിർത്തി ചെയ്തു നോക്ക്. ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം ചെയ്യുന്ന ഞാൻ നോർമൽ ആയിട്ടുള്ള ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് വേറൊരു മുഖമുണ്ട്, അത് നിങ്ങൾ എന്നെ കൊണ്ട് പുറത്തെടുപ്പിക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാറ്റഗറിപ്പെട്ട ആളേ അല്ല ഞാൻ കാണിക്കുന്നത്. കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല, അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല. മണ്ടത്തരം വിളിച്ചു പറയുന്നു. സംഘിപ്പണിക്കർ പറഞ്ഞത് കേട്ടില്ലേ, കൊറോണയെ നമുക്ക് തൊടാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ഒരു ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് കൊറോണ വരുന്നത്? കൊറോണയെ തൊട്ടിട്ട് കൊറോണ കൈമലുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അത് കയറുന്നത്. വിവരം വേണ്ടേ? വിവരക്കേടാണല്ലോ വിളിച്ചു പറയുന്നത്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറഞ്ഞിട്ട് ആരും അതിനെക്കുറിച്ചൊരു എന്താ പറയുക, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തില്ല. പറഞ്ഞത് മണ്ടത്തരമാണെന്ന് സമ്മതിച്ചേക്ക്. കൊറോണയെ തൊടാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊറോണ കയറുന്നത്. തെരുവിലെ വിഷനായിയോട് കടിപിടി കൂടാൻ ഞാനില്ല. അതാണ് റിയാസ്ക, നിങ്ങൾ പൊളിയാണ്, ഒന്നും പറയാനില്ല. സംഘിപ്പണിക്കരെ ഇങ്ങനെയൊക്കെ വിളിച്ചു കളഞ്ഞല്ലോ, അത് മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ചെറുതായിട്ട് ഒരാളെ നായിൻ്റെ മോനെ ഒന്നും വിളിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലാണ് സംഘിപ്പണിക്കരെ വിളിച്ചത്. അത് തെറ്റായി പോട്ടാ. പക്ഷെ പുളിയാണ് ചില ടൈമിൽ നോക്കുമ്പോൾ. ഇതാണ് എനിക്ക് ഈ വാർത്താ ചാനലുകളിൽ വരുന്ന ചർച്ച കാണാൻ മടി. എല്ലാവരും ഒരേ സമയം സംസാരിച്ചിട്ട് എന്താ പറയുന്നത് മനസ്സിലാവില്ല. ഇത് കാണുമ്പോൾ തന്നെ തലവേദന എടുക്കുന്ന